സേതു, കനത്ത മഴയാണ് കാസർഗോഡ് ജില്ലയിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെർക്കള ചട്ടഞ്ചാൽ ബേവിഞ്ച ഭാഗത്താണ്. ഇവിടെ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റോഡിന്റെ ഇഴഞ്ഞുപോക്കുള്ള നിർമ്മാണവും അതുകൊണ്ടുണ്ടാകുന്ന നാട്ടുകാർക്കുണ്ടാകുന്ന യാത്രാദൂരവും അത് ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. മഴ തുടങ്ങിയ സമയത്ത് തന്നെ ഈ കുത്തിയൊഴുകിയ വെള്ളം മുഴുവൻ വീട്ടുകാരുടെ വീടുകളിലേക്ക് പോകുന്നു. റോഡ് ദുരിതത്തിലായ ഗതാഗത സൗകര്യമാണ് ഇവിടെയുള്ളത്. വലിയ പ്രതിഷേധമുണ്ട്. സഹികെട്ടാണ് ഇത്തരത്തിലൊരു സൂചനാ പ്രതിഷേധ സമരത്തിന് ജനകീയ ആക്ഷൻ കമ്മിറ്റി തയ്യാറായിട്ടുള്ളത്. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് നിങ്ങൾ ഈ സമരത്തിന് സന്നദ്ധമായുള്ള സാഹചര്യം? നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള ഈ റോഡിന്റെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ഞങ്ങളിത് ഒരു 50-60 തവണയായി ഇങ്ങനൊരു സമരം നടത്തുന്നത്. നമ്മൾ കലക്ടറുടെ അടുത്തേക്ക് പോയി, നമ്മൾ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അടുത്ത് പോയി, നമ്മൾ ബന്ധപ്പെടാത്ത ഒരാളുമില്ല. മഴ വന്നാൽ ഈ നാട്ടിലെ ഒരാൾക്കും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേയിൽ വരുന്ന മുഴുവൻ വെള്ളവും ചളിയും ഉൾപ്പെടെ നമ്മുടെ തൊട്ട് താഴെയുള്ള കുണ്ടടക്കം പ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ പോയി നമ്മുടെ കുടിക്കുന്ന കിണറുകൾ, പാടങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ മണ്ണ് നിറഞ്ഞ് വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ തവണ ഇങ്ങനെയായിരുന്നു. അതുമാത്രമല്ല, ഈ ചെർക്കള മുതൽ കുണ്ടടക്കം വരെയുള്ള മേൽപ്പാലമാണ്. ആ മേൽപ്പാലത്തിന്റെ ഒരു പില്ലർ കുഴിച്ചുന്ന കുഴിയിൽ നിറച്ചും വെള്ളമാണ്. ആ വെള്ളം തിങ്ങി അവിടെയുള്ള മണ്ണ് ഉൾപ്പെടെ താഴോട്ട് പോയാൽ ഈ നാട് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. രോഗികളുണ്ടായ ഒരുപാട് പേരുണ്ട്, അവർക്ക് പുറത്ത് വരാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. ഒരു നാട് ഇപ്പോൾ ഇവിടെ അകപ്പെട്ട് പ്രളയത്തിലെല്ലാം അകപ്പെട്ടതുപോലെ ഇങ്ങനെ ഭീതിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അടിയന്തര ആവശ്യം? എന്താണ് അടിയന്തര ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കൃത്യമായി പോകാനുള്ള വഴിയുണ്ട്. ചന്ദ്രഗിരി പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പോകാൻ ഇവിടെ മുതൽ ചന്ദ്രഗിരി പുഴ വരെയുള്ള വെള്ളം പോകാനുള്ള ഓവുചാല് കൃത്യമായി ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്ക് മുന്നോട്ട് കയറി വരാനുള്ള സർവീസ് റോഡ് സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇത് രണ്ട് ചെയ്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഈ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നാട്ടുകാർ ഉൾപ്പെടെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് ഇതാണ്. സർവീസ് റോഡുകൾ കൃത്യമാക്കുക, അതുപോലെ തന്നെ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഒരുക്കുക. ഇതല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാതെ ഈ ബേവിഞ്ച ചട്ടഞ്ചാൽ ഭാഗത്തെ റോഡ് പ്രശ്നം പരിഹരിക്കില്ല. ആ പ്രദേശത്തെ നാട്ടുകാരുടെ ദുരിതം അവസാനിക്കില്ല. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ നാട്ടുകാർ സൂചനാ സമരം എന്ന നിലയിൽ നടത്തിയിട്ടുള്ളത്. പ്രത്യക്ഷ സമരങ്ങളിലേക്ക് വരുമെന്നുകൂടി നാട്ടുകാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സേതു. ഓക്കെ രതീഷ്, ശരി. നമുക്കിനി ഈ പറഞ്ഞ പോലെ തന്നെ രതീഷ് പറഞ്ഞൊരു കാര്യം പോലെയാണ്. കാരണം ഒരു ഗതികെട്ട് സമരത്തിലേക്ക് ഇറങ്ങിയതാണ്. എത്ര നാളായിട്ട് ഈ ചെർക്കളയിൽ ഈ പ്രശ്നം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിപ്പം മഴ തുടങ്ങി, ഈ സഹികെട്ട് പ്രതിഷേധിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടായെന്ന് പറയാം. കോഴിക്കോട്ടേക്കും കൂടി നമ്മൾ പോകണം. അവിടെയും ഈ വെള്ളം കയറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മുബാറക്ക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബാറക്കെ, വിവരങ്ങൾ എങ്ങനെയാണ് മുബാറക്കെ? അവിടെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അലേർട്ടാണ്? അതേ സേതു, നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് നഗരത്തിലെ, അതായത് എൻ്റെ ഇടതുഭാഗത്ത് കോഴിക്കോട് കടപ്പുറ ബീച്ചും വലതുഭാഗത്ത് ബീച്ച് ആശുപത്രിയും കോർപ്പറേഷനും അടങ്ങുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളത് ഫുഡ് സ്ട്രീറ്റ് ആണ് നമ്മൾ കാണുന്ന ദൃശ്യം. അതിൻ്റെ മുൻവശത്തായിട്ട് റോഡിലാണ് വലിയ അളവിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കാലവർഷം ഇങ്ങ് എത്തിയതേ ഉള്ളൂ. ഒരാഴ്ചയായി പെയ്യുന്ന ചെറിയ മഴയിൽ തന്നെ ഇത്തരം വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണണം. അതായത് കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. കാരണം റോട്ടിലൂടെ ഒരു വാഹനം ഇങ്ങെത്തിയാൽ ഇവിടെ ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ അതിൻ്റെ വെള്ളം ഈ ഫുഡ് സ്ട്രീറ്റിലേക്കും ഈ കടകളിലേക്കും തെറിക്കും എന്നുള്ളതാണ് ഈ കടകളെല്ലാം അടച്ചിടാൻ കാരണം. സാധാരണയായി ഈ സമയത്ത് ഈ കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ വ്യായാമങ്ങൾക്കായും മറ്റു പ്രവൃത്തികൾക്കായും ബീച്ചിലെത്തുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ അവർക്കാർക്കും ഇവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഒന്നാമതായി ഈ കടയിലേക്ക് എത്തുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ വെള്ളക്കെട്ടുണ്ടായിരുന്ന ഭാഗത്തായിരുന്നു വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിരുന്നത്. ഇന്ന് ആളുകൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇരുന്ന് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പിന്നെ ഇതായത് 4 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ഇവിടെ നിർമ്മിച്ചത്. അതിനുശേഷം, അതായത് ആ നിർമ്മാണ സമയത്ത് ഇവിടെ ഒരു ഡ്രൈനേജ് സംവിധാനം നടത്തിയില്ല എന്നുള്ളതായിരുന്നു ഇവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. നമുക്കറിയാം, ഇതിൻ്റെ മുൻപിലായി ബീച്ച് ആശുപത്രിയുണ്ട്, കൂടാതെ കോർപ്പറേഷനുമുണ്ട്. നിരവധിയായ ആംബുലൻസുകളും രോഗികളടക്കം ഈ ആശുപത്രിയിലേക്ക് ദിനം പ്രതി വരുന്നതാണ്. അവർക്കെല്ലാവർക്കും വലിയ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇവിടെ വെള്ളക്കെട്ട് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്.
അതുപോലെ തന്നെ കാൽനടയായി പോകുന്ന ആളുകൾ അവർക്കാർക്കും, അതായത് നമ്മൾ ഈ കാണുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാന പാതയായിട്ടുള്ള ബീച്ച് റോഡിൽ അതിൻ്റെ ഒരു വശം പൂർണ്ണമായും തന്നെ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. അതായത് ഈ കോർപ്പറേഷൻ അധികാരികളോട് നമ്മൾ വിശദീകരണം തേടിയ സാഹചര്യത്തിൽ അവർ നമ്മളോട് പറഞ്ഞത് ഇത് PWDൻ്റെ റോഡാണ്, ഇത് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതായത് അവർ കൈയൊഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അവർ PWD ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഒരു വിശദീകരണം തേടിയിട്ടുണ്ട്, വെള്ളക്കെട്ട് പരിഹരിക്കുമെന്നാണ് പറയുന്നത്. നമുക്കൊപ്പം ഇവിടുത്തെ നാട്ടുകാരും ചേരുന്നുണ്ട്. ചേട്ടാ, എത്ര ദിവസമായി ഇവിടെ വെള്ളക്കെട്ട് വന്നിട്ട്? വെള്ളക്കെട്ട് ഇത് സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട്. PWD ആണ് ഇപ്പോൾ ഇവിടെ വില്ലനായി നിൽക്കുന്നത്. ഇതിപ്പോൾ ഒറ്റയടിക്ക് ആളുകൾ കാണുമ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ഇതായിട്ടാണ് ആളുകൾ കാണുക. നമുക്ക് കോർപ്പറേഷനായാലും PWD ആയാലും ആരായാലും നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ വേണ്ടി നിരന്തരം PWDക്ക് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ ഇതിൻ്റെ പ്രൊജക്റ്റ് നൽകിയിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അംഗമാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ PWDക്ക് ഇതിൻ്റെ ഇവിടെ ഡ്രെയിനേജിൻ്റെ ആവശ്യകത വിശദീകരിച്ചുകൊണ്ടുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അവരിതുവരെ ഈ സമയം വരെ അവർ ഇങ്ങോട്ട് ഒരു കാര്യം നോക്കിയിട്ടില്ല. ഈ വെള്ളം ഈ ഫുഡ് സ്ട്രീറ്റിലേക്ക് തുറന്നു വിടുന്ന സാഹചര്യമുണ്ടോ? കാരണം അവിടെ അങ്ങനെ ഒരു കാഴ്ച കണ്ടിരുന്നു. ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? എൻ്റെ വണ്ടിയാണ്, എൻ്റെ പിടിയാണിത്. ഞങ്ങൾ ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ ചിലവ് വഹിച്ചോളാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ എന്തിട്ടോളാം, പിന്നെ PVC പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഇവിടുന്ന്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറേ നിയമപ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇത് കൃത്യമായിട്ട് പിന്നെ ഈ എന്താ പറയുക, നമുക്ക് അവർ ഇനി ഒരു വാക്കാൽ അനുവാദം തന്നാൽ പോലും പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പം ഈ ഉദ്യോഗസ്ഥനും കൊടുക്കും. മനസ്സിലായി? ഇതിന് സാങ്കേതികത്വത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. സേതു, അതായത് ഇവർ പറയുന്നതനുസരിച്ച് ഈ കടയുടമകൾ തന്നെയാണ് ഇവർ. അതായത് ഇവർക്ക് വെള്ളം ഇതിൻ്റെ മുൻപിൽ നിന്ന് വെള്ളം മാറ്റണമെങ്കിൽ ഇവർ തന്നെ PVC പൈപ്പിട്ട് അതിലൂടെ ഒരു ഹോൾ ഇട്ട് വെള്ളം കളയേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതപൂർണമായ സാഹചര്യം. അതായത് ഇവർക്കൊരു 3-4 ദിവസമായി ഈ പ്രദേശത്ത് കടകൾ തുറക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനങ്ങൾ വരുന്നതാണ്. കഷ്ടി ഒരു കാർ കടന്നു പോകുമ്പോൾ തന്നെ വെള്ളം തെറിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഒരു വശം പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് ഉള്ളത്. നമ്മൾ ഒരു ഭാഗത്ത് ഒരു കാറുകളൊക്കെ വെള്ളത്തിനകത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം എപ്പോഴോ അവിടെ പാർക്ക് ചെയ്ത് പോയതാണ്. ആ ഭാഗത്തേക്കും വെള്ളം എത്തി എന്നുള്ളതാണ്. ഈ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ ഇപ്പോൾ കോർപ്പറേഷൻ അധികാരികൾ ഇവിടെ എത്തി. അതായത് ഈ വെള്ളക്കെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം മണ്ണെടുത്ത് വെള്ളം നീക്കം ചെയ്യാനുള്ളൊരു സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജീവനക്കാർ പറയുന്നത്, അതായത് ഈ കടയുടമകൾ പറയുന്ന ഒരു ആക്ഷേപം, ഈ വെള്ളം അങ്ങനെ ചെയ്തത് കൊണ്ട് ഈ വെള്ളം ഫുഡ് സ്ട്രീറ്റിനകത്തേക്കാണ് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇവരെ ദുരിതത്തിലാക്കുന്നു. അതുകൂടാതെ ഇതിലൂടെ കാൽനടയായി നടക്കുന്ന, ഇവിടെ വരുന്ന വ്യായാമം ചെയ്യാനായി ഇതിലൂടെ നടക്കാൻ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആളുകൾക്കൊന്നും ഇതിലൂടെ നടന്നു പോകാൻ കഴിയാത്ത വലിയ സാഹചര്യം. എന്തായാലും അടിയന്തരപരമായ ഒരു ഇടപെടൽ ഈ അധികാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ പൊതുമരാമത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. സേതു. ശരി മുബാറക്കെ, ശരി. ഇപ്പം നമ്മൾ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും കാസർഗോട്ടെയും ഒക്കെ കാഴ്ചകളാണ് കണ്ടത്. മഴ പറഞ്ഞ പോലെ കാലവർഷം എത്തിയിട്ടേ ഉള്ളൂ, മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതാണ് അവസ്ഥയിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും ദുരിതം നമ്മൾ ആ തൃപ്പൂണിത്തുറയിൽ കണ്ട കാര്യമാണ്. വീടിനുള്ളിലൊന്നും നിൽക്കാൻ പോലും പറ്റാത്ത, ഒരിടത്ത് പോലും വെള്ളം കയറാത്ത ഒരു സ്ഥലം ഇല്ലെന്നേ. അതിൽ നമ്മൾ ഏറ്റവും അവസാനം റഹീം കാണിച്ച വീട്, അത് പഴയ വീട്, കാലപ്പഴക്കവും ഉണ്ട് ആ വീടിന് ഉള്ളിൽ മൊത്തം വെള്ളം, അകത്തും വെള്ളം പുറത്തും വെള്ളം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായി പെട്ടെന്ന് ആ വെള്ളം മാറ്റാനുള്ളൊരു നടപടിക്കൊക്കെ ഇതിലൂടെ തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കൂ. മഴക്കാലം നമ്മളെ ഇത്രയും നാൾ ചൂട് കാരണം നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടി പൊറുതി മുട്ടിയ ആൾക്കാരാണ്. പക്ഷേ മഴ തുടങ്ങിയാൽ ഇതാണ് പ്രശ്നം. മഴ തുടങ്ങിയാൽ മഴക്കെടുതികൾ, അതാണ് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാര്യം. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടുമൊക്കെ നമുക്കിനി അടുത്ത കുറച്ച് ദിവസം മുന്നോട്ട് പോകണം. ഇനി